കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 2:41 മുതലുള്ള തിരുവചന ഭാഗം. യേശുവിൻ്റെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും പെസഹ തിരുനാളിന് ജെറൂസലേമിൽ പോയിരുന്നു. അവന് 12 വയസ്സായപ്പോൾ പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി. തിരുനാൾ കഴിഞ്ഞ് അവർ മടങ്ങിപ്പോന്നു. എന്നാൽ ബാലനായ യേശു ജെറൂസലേമിൽ തങ്ങി. മാതാപിതാക്കന്മാർ അതറിഞ്ഞില്ല. അവൻ യാത്രാസംഘത്തിൻ്റെ കൂടെ കാണും എന്ന് വിചാരിച്ച് അവർ ഒരു ദിവസത്തെ വഴി പിന്നിട്ടു. ബന്ധുക്കളുടെയും പരിചാരികളുടെയും ഇടയിൽ അന്വേഷിച്ചിട്ടും കാണായികയാൽ യേശുവിനെ തിരക്കി അവർ ജെറൂസലേമിലേക്ക് തിരിച്ചുപോയി. 3 ദിവസങ്ങൾക്ക് ശേഷം അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തി. അവൻ ഉപാധ്യായന്മാരുടെ ഇടയിലിരുന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയായിരുന്നു. കേട്ടവരെല്ലാം അവൻ്റെ ബുദ്ധിശക്തിയിലും മറുപടിയിലും അത്ഭുതപ്പെട്ടു. അവനെ കണ്ടപ്പോൾ മാതാപിതാക്കന്മാർ വിസ്മയിച്ചു. അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിന്റെ പിതാവ് ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അവൻ തങ്ങളോട് പറഞ്ഞതെന്തെന്ന് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, സഭയിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് 3 തിരുനാളുകൾ ഒരേ ആഴ്ച വരുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ദിവ്യകാരുണ്യ തിരുനാൾ ആഘോഷിച്ചു. ശരിക്കും തിരുഹൃദയ തിരുനാൾ ഇന്നലെയായിരുന്നു. ഈ ദിവ്യകാരുണ്യ തിരുനാൾ കഴിഞ്ഞു വരുന്ന വെള്ളിയാഴ്ചയാണ് തിരുഹൃദയ തിരുനാൾ. അതിൻ്റെ പിറ്റേ ദിവസമാണ് വിമല ഹൃദയ തിരുനാൾ. ഈ 3 കാര്യങ്ങൾ ഒന്നിച്ച് പോകുന്നത്, അതൊന്നിച്ച് സഭ ക്രമീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ക്രിസ്തീയ ജീവിതത്തിന് വളരെ ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുക. ദിവ്യകാരുണ്യം നമുക്കറിയാം, ഒരു ഇടവകയുടെ ചങ്കിടിപ്പാണ് ബലിയർപ്പണം എന്നുള്ളത് പോളാറാമൻ മാർപ്പാപ്പ പറഞ്ഞൊരു കാര്യമാണ്. ആരാധനകളിൽ ആരാധനയായിട്ട് നമ്മൾ കാണേണ്ടത് വിശുദ്ധ കുർബാനയാണെന്നും അദ്ദേഹം തന്നെ പഠിപ്പിച്ച കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ടാണ് നമ്മൾ അനുദിനം എങ്ങനെയെങ്കിലും ബലിയർപ്പിച്ച് ആ ഒരു കൃപ, ഈ ദിവസം കർത്താവിന് വേണ്ടി ജീവിക്കേണ്ടതിന് ആവശ്യമായിട്ടുള്ള കൃപ പ്രദാനം ചെയ്യുന്നതാണ് ബലിയർപ്പണം. ദൈവമക്കളായ നമുക്ക് ദൈവിക സംരക്ഷണം വളരെ ആവശ്യമാണ്. ഈ സംരക്ഷണമാണ് കർത്താവിൻ്റെ തിരുഹൃദയത്തിൽ നമുക്ക് ലഭിക്കുക. നമുക്കറിയാം, തിരുഹൃദയത്തിൻ്റെ വിഷയം എന്ന് പറയുന്നത് സഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. തിരുഹൃദയ തിരുനാളിൻ്റെ വിഷയം എന്ന് പറയുന്നത് ദൈവത്തിന് മനുഷ്യകുലത്തോടുള്ള അളവറ്റ സ്നേഹം. തിരുഹൃദയത്തിൽ നമ്മൾ കാണുന്നത്, മാംസളമായ ഹൃദയത്തിൽ നമ്മൾ കാണുന്നത് ദൈവത്തിന് മനുഷ്യരോടുള്ള അളവറ്റ സ്നേഹം. ഈ സ്നേഹമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. കാരണം നമ്മൾ ദൈവമക്കളായതുകൊണ്ട് യേശുവിൻ്റെ അതുപോലൊരു ഹൃദയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. യേശുവിൻ്റെ മധുരമുള്ള ഹൃദയം പോലെ നമ്മുടെ ഹൃദയം മാറുവാനുള്ള പ്രാർത്ഥനയാണ് ഓരോ നിമിഷവും ഓരോ ദിവസവും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 1-ാമത്തെ ഒരു കാര്യമാണ് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം. വിമല ഹൃദയ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നത് അതുകൊണ്ടാണ്. 2 കാര്യങ്ങൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം. 2-ാമത്തേത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം. നമ്മൾ കാണുന്നുണ്ട്, അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം വായിക്കുമ്പോൾ ആദ്യത്തെ പന്തക്കുസ്ത, അവിടെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. അമ്മയോട് ചേർന്നിരുന്ന് അവർ പ്രാർത്ഥിച്ചു. ആദ്യത്തെ പന്തക്കുസ്ത സംഭവിച്ചു.
ഇന്നും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമുക്ക് വളരെ ബലപ്പെട്ടതാണ്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമ്മുടെ കുടുംബത്തിന് ബലപ്പെട്ടതാണ്. അതോടൊപ്പം ഈ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് അനുഗ്രഹപ്രദമാകും. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കണ്ട ഒരു കാര്യം പരിശുദ്ധ അമ്മയുടെ ജീവിതവുമായി വളരെ ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. 3 കാര്യങ്ങൾ ഒന്നിച്ച് നമ്മുടെ ജീവിതത്തിൽ വരുന്നത്: നീതി, അതുപോലെ തന്നെ സ്തുതി, മൂന്നാമത്തേത് ആനന്ദം. നീതി, സ്തുതി, ആനന്ദം. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ ഇവ മനോഹരമായിട്ട് അവരുടെ ജീവിതത്തിൽ സമ്മേളിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം, അതുപോലെ തന്നെ മോശയുടെ കീർത്തനം, എലിസബത്തിൻ്റെ കീർത്തനം, സക്കറിയായുടെ കീർത്തനം, യേശു തന്നെ ആത്മാവിൽ ആനന്ദിച്ച് പിതാവായി ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പറയുന്നുണ്ട്, ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു കീർത്തനമായിട്ട് അത് മാറണം, ദൈവസ്തുതിയായിട്ട് നമ്മൾ മാറണം. ഹബക്കുക്ക് പ്രവാചകൻ 3-ാം അധ്യായം 17 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യം: അത്തിവൃക്ഷം പൂക്കുകയോ പൂക്കാതിരിക്കുകയോ ചെയ്യട്ടെ, ഞാൻ എൻ്റെ കർത്താവിൽ ആനന്ദിക്കും. പറയുന്നുണ്ട്, നമ്മുടെ ജീവിത സാഹചര്യമല്ല നമുക്ക് ആനന്ദം നൽകേണ്ടത്, ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനം 16:11 വായിച്ചാൽ അവിടുത്തെ സന്നിധിയിലാണ് ആനന്ദത്തിൻ്റെ പൂർണ്ണത. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളായിട്ട് മാറേണ്ട ചില കാര്യങ്ങളാണ് നീതി, സ്തുതി, ആനന്ദം. നമ്മുടെ മുഖമുദ്രയാക്കി നമ്മൾ മാറ്റേണ്ടത് ഈ ആനന്ദമാണ് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമാണ്. 1 തെസ്സലോനിക്ക 5-ാം അധ്യായം അതിൻ്റെ 16, 17, 18 വചനങ്ങൾ വായിക്കുമ്പോൾ ചെറിയ ചെറിയ വചനങ്ങളാണേലും വളരെ ഈ വെടിമരുന്ന് പോലെ അർത്ഥവത്തായിട്ടുള്ള അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എപ്പോഴും സന്തോഷിക്കണം, ഇടവിടാതെ പ്രാർത്ഥിക്കണം, എല്ലാ കാര്യത്തിലും ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ചെയ്യാൻ നമുക്ക് സാധിക്കണമെങ്കിൽ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം പോലെ നമ്മുടെയൊക്കെ ജീവിതം പരിശുദ്ധമായിട്ട് മാറണം. അങ്ങനെ സ്വർഗം ലക്ഷ്യമാക്കിയുള്ള ഒരു യാത്രയാണ് നമ്മുടെ ഈ ലോക ജീവിതമെങ്കിൽ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകും. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, കർത്താവ് നമ്മളെ പഠിപ്പിച്ചൊരു കാര്യം: പിതാവിൻ്റെ കാര്യത്തേക്കാൾ വലിയ കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. പിതാവായ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ വ്യാപരിക്കുക എന്നുള്ളതാണ് ഒരു ക്രിസ്ത്യാനിയുടെ കടമ. അങ്ങനെ ഇരുന്നപ്പോൾ മറിയത്തിന് തന്നെ വിഷമമുണ്ടായി. അവൾ ചോദിച്ചൊരു കാര്യം: മകനെ, നീ എന്തുകൊണ്ട് ഇത് ഞങ്ങളോട് ചെയ്തു? നീയും നിൻ്റെ പിതാവും അല്ലെങ്കിൽ വളർത്തു പിതാവ് എത്രമാത്രം നിന്നെക്കുറിച്ച് ഉത്കണ്ഠപ്പെട്ടു. അതിന് മറുപടിയായിട്ട് കർത്താവ് പറഞ്ഞത്, എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപരിക്കേണ്ടത് അത് ആവശ്യമായിട്ടുള്ളൊരു കാര്യമല്ലേ, അത് നിങ്ങൾക്കറിഞ്ഞുകൂടെ? പറയുന്നുണ്ട്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാത്രമല്ല, നമ്മൾ മക്കളെ പഠിപ്പിക്കാൻ കടപ്പെട്ടവരാണ് മാതാപിതാക്കൾ. അതിന് മാതാപിതാക്കൾ ആദ്യം ചെയ്യേണ്ടത് ഇരുന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്നും പഠിക്കാൻ സാധിക്കണം. അതല്ലെങ്കിൽ നമുക്ക് പല മാർഗങ്ങളുണ്ട് ദൈവത്തെ അറിയാനും ദൈവിക വഴികൾ മനസ്സിലാക്കാനും. ഉപാധ്യായന്മാരുടെ അരികിൽ പോയിരുന്ന് അവർ പറയുന്നത് കേട്ട് അവരോട് സംശയങ്ങളൊക്കെ ചോദിച്ച് അതിന് മറുപടി പറയുന്നത് കേട്ട് പഠിച്ച ഒരു വ്യക്തിയാണ് യേശുക്രിസ്തു. എന്നിട്ടാണ് അവൻ പഠിപ്പിക്കാൻ തുടങ്ങിയത്. പറയുന്നുണ്ട്, ഈ ഒരു പഠനം, ഈ ഒരു അറിവ് നമുക്ക് എല്ലാവർക്കും ആവശ്യമായ കാര്യമാണ്. അതെടുത്ത് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് ഈ അറിവ് പകർന്നു കൊടുക്കാൻ സാധിക്കും. പുരോഹിതർ മാത്രമല്ല അധരത്തിൽ ജ്ഞാനം സൂക്ഷിക്കേണ്ടത് എല്ലാ ദൈവമക്കളും ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് നമ്മളതിനെ കാണണം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം നീതിയിലുള്ള ജീവിതമായിരിക്കണം. നമ്മുടെ ജീവിതം ഒരു സ്തുതിയായിട്ട് മാറ്റണം. അങ്ങനെയുള്ളവർക്ക് ദൈവികമായിട്ടുള്ള ആനന്ദത്തിൻ്റെ പൂർണ്ണത അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കും. അങ്ങനെയൊരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഇന്നത്തെ ബലിയിൽ പ്രാർത്ഥിക്കുകയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം പ്രത്യേകമായിട്ട് യാചിക്കുകയും ചെയ്യാം.